ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു സ്പെഷ്യൽ സ്വീറ്റ് റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ഷമീസ് കിച്ചൻ്റെ തൊട്ടടുത്തുള്ള ചുമന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുമ്പം ഓൾ എന്നെ പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ഒരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ട് അത് ചൂടായി തുടങ്ങുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് 1 കപ്പ് അളവിൽ പാൽ ചേർത്ത് കൊടുക്കാം. 200 ml പാലാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. പാൽ ചെറുതായി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഗോതമ്പ് പൊടിയാണ്. ഞാനിപ്പോൾ 1 കപ്പ് ഫുള്ളും എടുത്തിട്ടില്ല, ആ 1/4 കപ്പ് അളവിൽ എടുത്തിട്ടുള്ളൂ, ഒരല്പം കുറവായിട്ട്. അപ്പോൾ അതുകൂടി ചേർക്കാം. ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്ത ഉടനെ തന്നെ പിന്നെ നമ്മൾ ചേർക്കേണ്ടത് ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ റവ കൂടിയാണ്. വറുത്തതാണെങ്കിലും വറുക്കാത്തതാണെന്നുണ്ടെങ്കിലും ഒരു പ്രശ്നവുമില്ല, ഏതായാലും മതിയാവും. ഇത് രണ്ടും ചേർത്ത് കൊടുത്ത ഉടനെ തന്നെ നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ഈ പാലൊക്കെ തിളച്ച് വരുന്ന കണ്ടോ സൈഡിൽ നിന്ന്, പെട്ടെന്ന് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ കട്ടയായിട്ട് പോവും. നമ്മൾ ഈ ഇടിയപ്പത്തിനൊക്കെ മാവ് കുഴക്കില്ലേ, ആ ഒരു രീതി തന്നെയാണ് ഇതിനും. അതേ രീതിയിലാണ് നമ്മൾ ഇത് മിക്സ് ചെയ്ത് എടുക്കുന്നത്. ഇതുപോലെ ഞാനിപ്പോൾ മിക്സ് ചെയ്തെടുക്കുന്ന ടൈമിലും നമ്മുടെ ഈ ഫ്ലെയിം ഇപ്പോൾ ലോയിലാണ് വെച്ചിരിക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഒരു ബൗളിലേക്ക് നമ്മൾ പിന്നെ ഇതൊന്ന് മാറ്റിയതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് 1 ടീസ്പൂൺ അളവിൽ നെയ്യാണ്. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടി. നല്ല ചൂടോടെ മാത്രമേ നമുക്ക് കുഴച്ചെടുത്താലും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ വിള്ളൽ പോലെ ഉണ്ടാവില്ലേ, അതെല്ലാം വരും. അപ്പോൾ അതിൻ്റെ പേരിലാണ് ചൂടോടെ തന്നെ നമ്മൾ കുഴച്ചെടുക്കണം. ഈ മാവ് കുഴയ്ക്കുന്ന ടൈമിൽ കൈ ചെറുതായിട്ട് ചൂടായിട്ട് തന്നെ തോന്നും. എന്നാലും നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ മാക്സിമം ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഞാനിപ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിൽ നിന്ന് ഓരോ ചെറിയ പീസാക്കി എടുത്തിട്ട് ചെറിയ ബോൾസ് പോലെ തയ്യാറാക്കി എടുക്കണം. അതിനുശേഷം വേണ്ടത് നമുക്കിതിന് ഡിസൈൻ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ മിക്കവാറും പേരുടെ വീട്ടിലുള്ളതാണ് ഇതുപോലൊരു സ്പാച്ചില. നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ വെച്ചിട്ട് സെൻറ്ററിൽ വെച്ചിട്ട് അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും അതിലെ ഡിസൈൻ നമ്മുടെ ഈ മാവിലേക്ക് വരും. അപ്പോൾ ഇതുപോലൊരു സ്പാച്ചില ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ ഫോർക്കൊക്കെ ഉണ്ടാവുമല്ലോ, ആ ഫോർക്ക് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ 3 ലൈൻ വീഴും. ഏതായാലും മതിയാവും. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമ്മുടെ ബുദ്ധിയിൽ തോന്നുന്ന ഒരു ഡിസൈൻ കൊടുത്താൽ മതിയാവും. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഇതിപ്പോൾ നമ്മൾ സെൻറ്ററിൽ വെച്ച് പ്രസ് ചെയ്തതിൻ്റെ പേരിലാണ് ഇതുപോലത്തെ ഒരു ഡിസൈൻ കിട്ടിയത്. ഇതേ നമ്മൾ ഈ സ്പാച്ചിലയുടെ സൈഡിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്മൈലി ആയിട്ടുള്ള ഒരു ഡിസൈൻ ഉണ്ടാവും. ഒരു ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, ഇതുപോലെ ഒരു സ്മൈലി ആയിട്ടുള്ള ഒരു ബിസ്ക്കറ്റ്, ആ ഒരു ഡിസൈൻ കിട്ടും നമുക്ക്. ഞാനിപ്പോൾ ഇതുപോലെ എല്ലാം ഡിസൈൻ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറിൽ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിലൊന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് വെന്തിട്ടുള്ളതാണ് ഈ മാവെല്ലാം. അതിൻ്റെ പേരിൽ ഇനി ഒരുപാട് സമയമൊന്നും ഇട്ടിട്ട് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് അങ്ങനെ വേവിച്ചെടുക്കണമെന്നുള്ള ആവശ്യമൊന്നുമില്ല. ഇത് 2 സൈഡും ഈ കളർ മാറുന്നത് വരെ നല്ലൊരു ബ്രൗൺ കളറിൽ നിന്ന് ഒരല്പം കൂടി കളർ മാറണം. അപ്പോൾ അത്രയും സമയം വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതിയാവും. അല്ലാതെ നമ്മൾ ലോ ഫ്ലെയിമിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നല്ല ഹാർഡായിട്ടായിരിക്കും നമുക്ക് പിന്നെ ഫ്രൈ ആയിട്ട് കിട്ടുന്നത്. ഇപ്പോൾ നമ്മുടെ സ്വീറ്റിൻ്റെ കളറെല്ലാം മാറിയിട്ട് വന്നിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്കിത് എടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് എല്ലാം ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഷുഗർ സിറപ്പാണ്. എന്നാൽ ശരി, പെട്ടെന്ന് തന്നെ ഷുഗർ സിറപ്പ് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് അളവിൽ ഷുഗർ ചേർത്ത് കൊടുക്കാം. 200 ഗ്രാം അളവിലാണ് ഷുഗർ എടുത്തിട്ടുള്ളത്. 1 കപ്പ് ഷുഗറിന് 1/2 കപ്പ് അളവിലാണ് വെള്ളം ചേർക്കുന്നത്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ഏലക്കാപ്പൊടിയാണ്. അപ്പോൾ ഏലക്കാപ്പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ പകരം നമുക്കിതിലേക്ക് മുഴുവൻ ഏലക്ക ചേർത്താലും മതിയാവും. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഇപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് എല്ലാം നന്നായിട്ട് തിളച്ചിട്ട് വരുന്നുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് ലോയിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ സ്വീറ്റ് എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാ സ്വീറ്റും നമ്മൾ ഇതിലേക്ക് ചേർത്തതിന് ശേഷം പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ വേണ്ടത് ഒരു 30 മിനിറ്റ് നമ്മൾ ഇതിങ്ങനെ ഇട്ടിരിക്കണം. അത്രയും സമയം കൊണ്ട് നല്ലതുപോലെ സോഫ്റ്റായിട്ട് വരും. ഈ ഷുഗർ സിറപ്പ് എല്ലാം ഇങ്ങനെ അബ്സോർബ് ചെയ്തിട്ട് നല്ല സ്വീറ്റായിട്ട് നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാവും.
ഇതിപ്പോൾ ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ സ്വീറ്റ് എല്ലാം നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതിയാവും. നമ്മളിതിപ്പോൾ സെർവ് ചെയ്യുന്ന ടൈമിൽ ഒരു സ്വീറ്റും ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഷുഗർ സിറപ്പും കൂടി ചേർത്തിട്ട് വേണം സെർവ് ചെയ്യാനായിട്ട്. ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും നമ്മുടെ ഈ സ്വീറ്റ് കിട്ടുന്നത്. നമ്മളിപ്പോൾ ഈ ഗുലാബ് ജാമൊക്കെ കഴിക്കില്ലേ, ആ ഒരു രീതിയിലാണ് ഇതിപ്പോൾ ഉള്ളത്. പക്ഷെ അത്രയും സമയം നമുക്ക് എടുക്കില്ല, പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കി എടുക്കാം. പ്രത്യേകിച്ച് ഏത് വിശേഷ ദിവസം ഉണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് സ്വീറ്റൊക്കെ കഴിക്കണമെന്ന് തോന്നുമ്പോഴൊക്കെ സിമ്പിളായിട്ട് ഓടിച്ചെന്ന് നമുക്ക് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിത് നന്നായിട്ട് ഇഷ്ടമാവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്.